ഒരു നാച്ചുറോപാത്ത് അശാസ്ത്രീയത പരത്തിക്കൊണ്ടിരുന്നതിന്റെ ഒരു ഉദാഹരണം നമുക്കൊന്ന് കണ്ടുനോക്കാം. ഫസ്റ്റ് പൊറോട്ട. പൊറോട്ടയിലെ മൈദ. മൈദ എന്താണെന്ന് ഉണ്ടാക്കുന്നവനും അറിയില്ല, വിൽക്കുന്നത് ആദ്യം പഠിക്കേണ്ടത്. മൈദ ഉണ്ടെന്ന് ഗോതമ്പിനെ ക്രാക്ക് ചെയ്ത് ചതച്ച് അതിന്റെ നാരും മുളയും വിത്തും തവിടും എല്ലാം എടുത്തിട്ട് അതിന്റെ ബാക്കി വരുന്ന വേസ്റ്റിനകത്തുനിന്ന് റവ എടുത്തിട്ട് അതിന്റെ ബാക്കി വരുന്ന വേസ്റ്റിനകത്തുനിന്ന് പകുതി ആട്ടയ്ക്കും പോയി ബാക്കി വരുന്നതായ വേസ്റ്റിനകത്ത് യൂറോപ്പിൽ അമേരിക്കയില് അത് വേസ്റ്റായി കിടന്നതായ ചണ്ട് അതിനകത്ത് അലാക്സൻ ALLOX എന്ന് പറയുന്ന അലാക്സൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഒഴിച്ച് അതിനെ സോഫ്റ്റ് ആക്കിയിട്ട് ഇന്ത്യയിലെ അമേരിക്കൻ പശ കൊണ്ടുവന്നിട്ട് ആ അമേരിക്കൻ പശ തിന്നാൻ തുടങ്ങിയപ്പോ അമേരിക്കൻ മാവായി. ആ അമേരിക്കൻ മാവിന് പിന്നൊന്ന് വെളുപ്പിക്കാൻ ബെൻസോയിൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലും കൂടെ ചേർത്ത് ആ ബെൻസോയിൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഫെയർ ആൻഡ് ലവ്ലിക്കകത്തേക്ക് ആൾക്കാർ മുഖം ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കലാണ്. തീർന്നില്ല. അപ്പൊ ഈ അലാക്സൻ എന്ന് പറയുന്ന സാധനമാണ് പിടിക്കേണ്ടത്. ഷുഗർ രോഗികളുടെ മരുന്നുണ്ടാക്കുന്ന കമ്പനിക്കാരൻ ആദ്യം ഇത് ഏതെങ്കിലും മൃഗങ്ങളുടെ പുറത്ത് ഈ സാധനം കുത്തിവെച്ച് നോക്കണം. കുത്തിവെച്ച് നോക്ക. അതിന് വേണ്ടിയിട്ട് മൃഗങ്ങൾക്ക് ഷുഗർ ഉണ്ടാവാറില്ല. അപ്പൊ മൃഗങ്ങൾക്ക് ഷുഗർ ഉണ്ടാവാൻ വേണ്ടി കുത്തിവെക്കുന്ന സാധനമാണ് അലോക്സാൻ. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും ഷുഗർ രോഗികൾ ജന്മമെടുക്കുന്നത്. ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഈ കേരളത്തിൽ ഷുഗർ പേഷ്യൻസ് കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മൈദ കൊണ്ടുണ്ടാക്കിയ പൊറോട്ട കഴിച്ചിട്ടാണെന്ന് പറയുന്നു. തീർച്ചയായും ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ കറക്റ്റ്, ശരി തന്നെയാണ്. അത് ചിലർക്ക് പൊറോട്ട കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും അവർ മറ്റാരെയും കഴിക്കാൻ സമ്മതിക്കില്ല. അവർ പറയും മൈദയാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും, അല്ലെങ്കിൽ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയബറ്റീസ് വരും, അല്ലെങ്കിൽ ജീവിതശൈലി രോഗം വരും എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ പേടിപ്പിച്ചിട്ട് ചില മുറി വൈദ്യന്മാരും അതുപോലെ തന്നെ ചില നാട്ടുവൈദ്യന്മാരും ചില പ്രകൃതിവാദികളും എല്ലാവരും ഇതിനെ പറഞ്ഞ് പേടിപ്പിച്ച് ഭീകരാവസ്ഥയിൽ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ശരിക്കും എന്താണ് യാഥാർത്ഥ്യം? പൊറോട്ട കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശാസ്ത്രീയമായ പഠനങ്ങൾ പൊറോട്ടയെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ മൈദ എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്, ഇത് കഴിച്ചാൽ ഡയബറ്റീസ് വരും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈദ വെളുപ്പിക്കാനായിട്ട്, അതായത് വെളുത്ത കളറിലേക്ക് മാറ്റാനായിട്ട് മൈദ പൊടിച്ചെടുക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എൻഡോസ്പേം പൊടിച്ചെടുത്ത് അരിച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് ഒരു യെല്ലോ പിഗ്മെൻറ്റേഷനുള്ള, അതിനകത്ത് അടങ്ങിയിട്ടുള്ള സാന്തോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് ചെറിയ മഞ്ഞ കളറായിരിക്കും. കുറച്ച് കാലം ഇത് പുറത്ത് വെച്ചിരിക്കുകയോ ചാക്കി കെട്ടി വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മഞ്ഞ എന്നുള്ളത് ഓക്സിഡൈസ് ചെയ്ത് വെള്ള കളറിലേക്ക് മാറും. പക്ഷേ നമുക്ക് കാര്യങ്ങൾ ഫാസ്റ്റ് ആവാനും കുറച്ച് സോഫ്റ്റ് ആവാനും സാധാരണ 4 തരം ബ്ലീച്ചിങ് ഏജൻറ്റ്സ് ഉപയോഗിച്ച് ഇതിനെ ബ്ലീച്ച് ചെയ്ത് വെള്ള കളറിലാക്കും. ഇവിടെയാണ് അടുത്ത പേടി വരുന്നത്. ഈ അടുത്ത പേടിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോക്സാൻ എന്ന് പറഞ്ഞ ഒരു ഭീകര കെമിക്കലാണ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ അലോക്സാൻ? നമുക്ക് ഈ ഗ്ലൂക്കോസ് പോലെ തന്നെ അനാലോഗസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ ഇരിക്കുന്ന മറ്റൊരു കെമിക്കലാണ് ഈ അലോക്സാൻ എന്ന് പറയുന്നത്. അത് ഈ ബെൻസോയിക് പെറോക്സൈഡ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബൈ പ്രോഡക്റ്റായിട്ട് ഈ മൈദയുടെ കൂട്ടം ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. അപ്പോഴാണ് കുറച്ച് പേര് കണ്ടുപിടിച്ചത് ഈ അലോക്സാനാണ് എലികളിൽ ഡയബറ്റീസ് ഉണ്ടാക്കാനായിട്ട് കൊടുക്കുന്നതെന്നുള്ളത്. എലികളിൽ ഡയബറ്റീസ് ഉണ്ടാക്കാനായിട്ട് അലോക്സാൻ കൊടുക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ലാബ് ആനിമൽസിലെല്ലാം നമ്മൾ എങ്ങനെയാണ് ഇൻസുലിൻ്റെ പ്രവർത്തനം വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്ന അവസ്ഥ, അതായത് ഇൻസുലിൻ ഇല്ലാത്ത പാങ്ക്രിയാസിൻ്റെ ബീറ്റാ കോശങ്ങളെ അടിച്ചു കളയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഈ അലോക്സാൻ. പക്ഷേ ഇത് സംഭവിക്കുന്നത് GLUT2 എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്പോർട്ടറുള്ള എലികൾ അല്ലെങ്കിൽ അതുപോലത്തെ ലാബ് ആനിമൽസിൽ മാത്രമാണ്. മനുഷ്യനിൽ ധാരാളം പരീക്ഷണം നടത്തി നോക്കിയിട്ടുണ്ട്. അലോക്സാൻ ഏത് എമൗണ്ടിൽ കഴിച്ചാൽ പോലും മനുഷ്യന് ഇതിൻ്റെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കാനായിട്ടുള്ള കഴിവില്ല. അലോക്സാന് മനുഷ്യൻ്റെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കാനായിട്ടുള്ള കഴിവില്ല. മാത്രമല്ല അലോക്സാൻ കണ്ട് ഒരിക്കലും മനുഷ്യന് ഡയബറ്റീസ് വരില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും പലരും എലിയിലുള്ള ഈ എക്സാമ്പിൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഭയങ്കര ഭീതി വ്യാപാരമാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് മലയാളികൾക്ക് കെമിക്കൽ എന്ന് കേട്ടാലേ പേടിയാണ്. ഉപ്പൊന്നും കെമിക്കലല്ല, പക്ഷേ വേറെ ഏതെങ്കിലും വലിയ പേരുള്ള സാധനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ നെയിം കേട്ട് കഴിഞ്ഞാൽ പേടിയാണെന്നുള്ളതാണ് സത്യം. ശരിക്കും അലോക്സാൻ കൊണ്ട് അങ്ങനെ മനുഷ്യന് യാതൊരു ദോഷവും ഇല്ല എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഗുഡ് ജോബ് സിയാർ. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ സയന്റിഫിക് ടെമ്പറൊക്കെ വെച്ച് അശാസ്ത്രീയതയും ഇതുപോലത്തെയുള്ള മിത്തുകളൊക്കെ ഡീബങ്ക് ചെയ്യാൻ നോക്കുന്ന ആൾ തന്നെ ഇതേപോലെ മൃഗങ്ങളിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി എടുത്തുകൊണ്ട് വന്നിട്ട് സോയ കഴിക്കുന്നത് അൺഹെൽത്തി ആണ് എന്ന് പറഞ്ഞ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇത് ഞാൻ പറയാതെ വിടുകയാണ് ഈ സ്ലൈഡ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ വീഗൻസ് ഉപയോഗിക്കുന്ന, ജസ്റ്റ് എന്ന് പറയുന്നതുള്ളൂ, സോയാബീൻ ഉപയോഗിക്കുന്ന ആളുകളാണ് പ്രോട്ടീൻസിന് വേണ്ടിയിട്ട് വീഗൻസ് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് ജെനിസ്റ്റിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ജെനിസ്റ്റിൻ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു പഠനത്തിൻ്റെ ലിങ്ക് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇതൊരു ഐസോഫ്ലേവനോയിഡാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റീപ്രൊഡക്റ്റീവ് ടോക്സിസിറ്റി ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ആണുങ്ങളിൽ. അടുത്ത തലമുറ ഉണ്ടാക്കാതിരിക്കുകയാണ് അവരുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല.
കമാൻ. എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ്? ഒരാളും തിരിച്ചറിയില്ല, അസലായിട്ടുണ്ട്. ഞാൻ എങ്ങനെയുണ്ട്? നീ സാധാരണ കാണുന്ന പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. ഇതിൽ ഇദ്ദേഹം മോഹനം വൈദ്യുതി യൂസ് ചെയ്യുന്ന സെയിം സ്ട്രാറ്റജി തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ജെനിസ്റ്റിൽ നിന്ന് എന്തോ കെമിക്കൽ സോയക്കകത്തുണ്ട്, അതുകൊണ്ട് സോയ കഴിക്കുന്ന വഴി റീപ്രൊഡക്റ്റീവ് ടോക്സിസിറ്റി ഉണ്ടാവും എന്നാണ് ഈ സയന്റിഫിക് കമ്മ്യൂണിക്കേറ്റർ പറഞ്ഞു വെക്കുന്നത്. ആ ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാടെവിടാ? കായംകുളത്താ. ആ പണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ഓ ചേട്ടന്റെ നാടെവിടാ? മുണ്ടക്കയത്താ. ആ എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തിയിരുന്നു. സൈക്കിളെ വിട്ടോ. പെങ്ങളൊക്കെ ടി എസ് ത്രീ തന്നെ തുക തരുമോ അളിയ? നോക്കച്ച എന്തൊരു ചേർച്ച. ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. അനിയ അനിയ ഞാനാണടാ നിന്റെ ചേട്ടൻ പ്രേം. ചേട്ടാ. Meanwhile, Dr. Abby Phillips says soy protein is a good source of protein, and it's based on meta-analysis in scientific literature. From 41 RCTs, he concludes that soy protein reduces total cholesterol, LDL cholesterol, triglycerols, implying that soy protein has beneficial health effects. Consuming more than 25 grams of soy protein helps reduce blood pressure in postmenopausal women, and this improvement may be due to isoflavone component in soy protein. So, isoflavones are good. Also, higher intake of soy reduced risk of cancer incidence, and this beneficial role of soy against cancer is primarily attributed to soy isoflavones. By taking high dietary soy, all-cause death is lowered by 10%. Increasing 10 milligram per day of soy isoflavones decreased death from all cancers. Increasing 5 gram per day of soy protein reduced 12% in breast cancer deaths. It is a myth that soy makes a man into a woman. Large study confirmed that there were no effects of soy on testosterone or estrogen in men. Dr. Abby Phillips debunked claim that isoflavones causes reproductive toxicity. സന്തോഷായി, നല്ല സന്തോഷായി. ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. ഞാനിത് കണ്ടുപിടിച്ച എന്റെ അസൂയാണ് സർ. നീ എന്തോന്ന് കണ്ടുപിടിച്ചെന്നായി പറയുന്നത്?